നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുള്ള മുഖചിത്രത്തിന് പിന്നാലെ പ്രമുഖ തമിഴ് മാഗസീനായ വികട വെബ്സൈറ്റ് കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തതായി തന്നെ റിപ്പോർട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയോടെയാണ് വെബ്സൈറ്റ് ലഭ്യമായതെന്ന് പറയുന്നത്. സംഭവം വിവാദമായതോടെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ നിരോധനം പിൻവലിക്കുകയും ചെയ്തു. ട്രംപിന് സമീപം കൈവിലങ്ങിട്ട് മോദി ഇരിക്കുകയായിരുന്നുവെന്ന് വികടൻ പ്രസിദ്ധീകരിച്ച മുഖചിത്രത്തിൽ പറയുന്നു. കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് പിന്നാലെ BJP തമിഴ്നാട് ഘടകം കേന്ദ്രമന്ത്രി എൽ മുരുകന് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെബ്സൈറ്റ് ലഭ്യമല്ലാതായത്. വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയെന്നാണ് എൽ മുരുകന്റെ ഓഫീസിൽ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുള്ളത്. അതേസമയം വികടൻ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് ബ്ലോക്ക് ചെയ്ത തീരുമാനം മികച്ചതായിരുന്നുവെന്നുമാണ് തമിഴ്നാട്ടിൽ BJP നേതാക്കളുടെ പ്രതികരണം. മോദിയുടെ ഭരണ മികവ് ലോകമെമ്പാടും തന്നെ അംഗീകരിക്കുമ്പോൾ മാധ്യമങ്ങൾ അതിന് വിടാൻ തന്നെ പാടില്ല എന്നും അതിരുവിടുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുവെന്നും BJP നേതാവ് വിനോദ് വി സെൽവം തന്നെ പറയുകയുണ്ടായി. ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ US അധികൃതർ കൈകൾ വിലങ്ങിടുന്ന വിഷയം മോദി വേണ്ട വിധം ഏറ്റെടുക്കാത്തതിനെയാണ് കാർട്ടൂൺ വിമർശിക്കുന്നതെന്ന് പറയാം. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പശ്ചാത്തലത്തിലായിരുന്നു വികടന്റെ ഈ വിമർശനമുള്ളത്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അടുത്ത കാലത്തൊന്നും പഞ്ഞമുണ്ടാക്കി തീരുമെന്ന് തോന്നുന്നില്ല. ട്രംപിന്റെ വീണ്ടും പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ US സന്ദർശനമായതുകൊണ്ട് തന്നെ മോദി വൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ മുതലുണ്ടായ ഓരോ സംഭവവും വലിയ ഹിറ്റുകളായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ്. പഴയ കൂട്ടുകാരനെ വീണ്ടും കണ്ട സന്തോഷം തന്നെയായിരുന്നു മോദിയെ കണ്ടപ്പോൾ ട്രംപിനുണ്ടായിരുന്നത്. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തുവെന്നാണ് മോദിയെ കണ്ടപ്പോഴേ ട്രംപ് പറഞ്ഞത്. മോദിക്ക് ഇരിക്കാൻ തന്നെ കസേര വലിച്ചിട്ട് കൊടുത്തതുമൊക്കെ വീഡിയോയിൽ കാണാം. ആലിംഗനവും ചെയ്ത ശേഷമാണ് അദ്ദേഹം ഔദ്യോഗികമായ കൂടിക്കാഴ്ച തുടങ്ങിയത്. ഇതൊന്നും കൂടാതെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിരിയും മുൻപ് മോദി ഒരു സമ്മാനവും ട്രംപിന് നൽകിയിട്ടുണ്ടായിരുന്നു. ട്രംപ് ഒപ്പിട്ട ഒരു പുസ്തകമാണിത്. അവർ ജേർണി ടുഗെദർ എന്ന പുസ്തകത്തിന്റെ പ്രാധാന്യം തിരയുകയാണ് അപ്പോൾ മുതൽ സോഷ്യൽ മീഡിയ. പുസ്തകത്തിന്റെ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ താങ്കളൊരു മഹാനാണെന്ന് കൂടി കുറിച്ചിട്ടുണ്ട്. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് പ്രധാന സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ബുക്കാണിത്. അവർ ജേർണി ടുഗെദർ 320 പേജുകളുണ്ട് ഇതിന്. 2021 ട്രംപ് അധികാരമൊഴിഞ്ഞ വർഷമാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അടിക്കുറിപ്പ് സഹിതമാണ് പുസ്തകത്തിന്റെ ചിത്രങ്ങൾ. ട്രംപ് 2020 ഇന്ത്യയിലെത്തിയപ്പോൾ നടത്തിയ നമസ്തേ ട്രംപ് റാലിയിലൂടെ ട്രംപും മെലനിയയും താജ്മഹലിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ ഈ ബുക്കിലുണ്ട്. മോദിയുടെ US സന്ദർശനത്തിനിടെ ഹൗഡി മോദിയുടെ ചിത്രങ്ങളും ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2019 ഹ്യൂസ്റ്റണിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ഹൗഡി മോദി പരിപാടി നടന്നത്. 50,000-ലധികം ഇന്ത്യൻ അമേരിക്കൻ അന്ന് പരിപാടിയിൽ പങ്കെടുത്താണ് കണക്ക്. 5 മാസത്തിനു ശേഷം ഫെബ്രുവരിയിൽ അഹമ്മദാബാദിലായിരുന്നു നമസ്തേ ട്രംപ് എന്ന പരിപാടി നടന്നത്.